SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം തുടങ്ങിയിരിക്കുകയാണ്. തത്സമയം ഈ വർഷം എഴുതിയത് AHSLC പരീക്ഷ കേരള കലാമണ്ഡലത്തിലെ 24 വിദ്യാർത്ഥിനികളാണ് പരീക്ഷയ്ക്കിരുന്നത്. ഈ വർഷം മാർച്ച് മാസം 2026 മാർച്ച് മാസം 5 മുതൽ 30 വരെയാണ് പരീക്ഷകൾ നടത്തിയത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്ത് 72 ക്യാമ്പുകളിലായിട്ട് ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെയുള്ള 14 പ്രവൃത്തി ദിനങ്ങളിലാണ് നടത്തിയത്. ആകെ 9,968 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ടാണ് പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കുന്നത്. SSLC പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷണർ ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാ ഭവൻ ജീവനക്കാർക്കും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രഥമ അധ്യാപകർ, അധ്യാപകമാർ, മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയ അധ്യാപകമാർ എല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് SSLC ഫലപ്രഖ്യാപനം നടത്തുകയാണ് തിരുവനന്തപുരത്ത്. ഒരു സാധാരണഗതിയിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി നടത്തേണ്ടതാണ്, ഇപ്പോൾ അതിലേക്ക് തന്നെ തുടരുകയാണ്. സ്റ്റേറ്റ് IT മിഷനുമായിട്ട് സഹകരിച്ച് വാട്സാപ്പ് സന്ദേശവുമായിട്ട് ലഭ്യമാക്കുവാനുമുള്ള ക്രമീകരണങ്ങളും DGE ഏർപ്പാടാക്കിയിട്ടുണ്ട്. 9188619958 9188619958 എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് നൽകിയാൽ പരീക്ഷാഫലം ലഭ്യമാകുന്നതിനുള്ള ഏർപ്പാട് IT മിഷനുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഈ വർഷം SSLC റെഗുലർ പരീക്ഷയ്ക്ക് 4,14,000 ഫലം ലഭ്യമാകുന്നതിനുള്ള ഏർപ്പാട് IT മിഷനുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഈ വർഷം SSLC റെഗുലർ പരീക്ഷയ്ക്ക് 4,14,290 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. 4,14,290. പരീക്ഷ എഴുതിയവരിൽ 4,10,456 വിദ്യാർത്ഥിനികൾ. 4,10,456 സ്റ്റുഡൻസ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. വിജയ ശതമാനം 99.07%, 99.07%. കഴിഞ്ഞ വർഷം ഇത് 99.5% 99.5% ആയിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 30,514 വിദ്യാർത്ഥിനികൾ, 30,514 സ്റ്റുഡൻസ് എല്ലാ വിഷയങ്ങൾക്കും A+ അർഹരായി. കഴിഞ്ഞ വർഷം ഇത് 61,449 ആയിരുന്നു. സെക്സ് ഡിസാഗ്രിഗേറ്റഡ് ഡേറ്റ നോക്കുമ്പോൾ പരീക്ഷ എഴുതിയ ആൺകുട്ടികളുടെ എണ്ണം 2,10,727. അവരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 2,08,474, 2,08,474. 98.93% ആൺകുട്ടികൾ SSLC പരീക്ഷ എഴുതിയ 98.93% ആൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. പെൺകുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ പരീക്ഷ എഴുതിയത് 2,03,563 പെൺകുട്ടികളാണ്. അവരിൽ 2,01,982, 2,20,19. ഫോൺ ഓഫാണ്. ഫോൺ ആയിരിക്കും. ഓക്കെ. പെൺകുട്ടികളുടെ കണക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പരീക്ഷ എഴുതിയ പെൺകുട്ടികളുടെ എണ്ണം 2,03,563. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ പെൺകുട്ടികളുടെ എണ്ണം 2,01,982. അതായത് 99.22%, 99.22% പെൺകുട്ടികൾ, പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ
20,771 പെൺകുട്ടികൾ ഫുൾ A+ നേടി, 20,771. എന്നാൽ ഫുൾ A+ നേടിയ ആൺകുട്ടികളുടെ എണ്ണം 9,743. ഫുൾ A+ നേടിയ പെൺകുട്ടികൾ ഗേൾസ് 20,771, 20,771. ഫുൾ A+ നേടിയ ആൺകുട്ടികൾ 9,743, 9,743. അത് സ്ലൈഡ് കാണിച്ചിട്ടില്ല. ഓക്കെ, ബുക്ക്ലെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. പെൺകുട്ടികൾ ഓക്കെ, ആൺകുട്ടികൾ ഫുൾ A+ നേടിയത് 9,743, 9,743. പെൺകുട്ടികൾ 20,771, 20,771. ഓക്കെ, പ്രൈവറ്റ് ആയിട്ട് SSLC പരീക്ഷ എഴുതിയതിൽ പഴയ സ്കീം പ്രകാരമാണ് പ്രൈവറ്റ് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നത്. 251 പേര് പ്രൈവറ്റ് ആയിട്ട് എഴുതിയതിൽ 189 പേർ വിജയിച്ചു. 75.3% അവരുടെ വിജയ ശതമാനം. 189, 189, 75.3% ആണ് ഇതിന്റെ പാസ് പെർസെന്റേജ്. മൊത്തം വിജയം പരിശോധിക്കുമ്പോൾ വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട റവന്യൂ ജില്ല 99.72%. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ്, 100%. ഫുൾ A+ ശതമാനക്കണക്കിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ A+ ഔട്ട് ഓഫ് ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു റോട്ട് ദി എക്സാം, അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. പിന്നെ ഫുൾ A+ ശതമാനക്കണക്കിൽ പരിശോധിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. 11.6% of children who wrote the exam from Kollam got full A+. 11.6%. 11.6% of all the children who wrote the exam from Kollam got full A+. ഗൾഫ് സെന്ററുകളിലെ പരീക്ഷാഫലം പരിശോധിക്കുമ്പോൾ ഗൾഫിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ തയ്യാറാക്കിയിരുന്നത്. അവിടെ പരീക്ഷയ്ക്ക് അസസ് ചെയ്യപ്പെട്ടത് 631 കുട്ടികളാണ്. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ സെന്ററുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ 9 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് 386 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. 377 പേർ വിജയിച്ചു. 97.67% ലക്ഷദ്വീപിന്റെ വിജയ ശതമാനം. അവിടെ 6 സെന്ററുകൾ 100% വിജയം കൈവരിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ മലപ്പുറം എടരിക്കോടില് PKMMHSS 2030 കുട്ടികൾ 2030 വിദ്യാർത്ഥിനികളാണ് ആ സ്കൂളിൽ നിന്നും SSLC പരീക്ഷ എഴുതിയത്. അവരിൽ 2026 കുട്ടികൾ വിജയിച്ചു. 99.08% വിജയ ശതമാനം. ആ സ്കൂളിൽ നിന്നും 152 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. THSLC ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷ ഈ വർഷം 47 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ടാണ് നടത്തിയത്. 2683 വിദ്യാർത്ഥിനികളാണ് THSLC പരീക്ഷ എഴുതിയത്. അവരിൽ 2649 പേര് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 98.73% വിജയ ശതമാനം. അവരിൽ 130 കുട്ടികൾക്ക് ഫുൾ A+ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിക്കുകയുണ്ടായി. ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള SSLC പരീക്ഷയിൽ ഈ വർഷം 29 കേന്ദ്രങ്ങളിലായിട്ട് 233 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. അതിൽ 232 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. അവരിൽ 14 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നീട്
THSLC വിഭാഗത്തിൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക പരീക്ഷയിലും 2 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് 7 വിദ്യാർത്ഥിനികൾ പരീക്ഷയ്ക്കിരുന്നു. അവരിൽ എല്ലാവരും പരീക്ഷ പാസ്സായി വിജയം കൈവരിച്ചിട്ടുണ്ട്. 100% അവരുടെ ഇടയിലുള്ള വിജയ ശതമാനം. പിന്നെ ആർട്ട് ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് AHSLC പരീക്ഷ നമുക്കൊരു സെന്ററാണ് കേരള കലാമണ്ഡലം ആർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വള്ളത്തോൾ നഗർ ചെറുതുരുത്തിയിൽ. അവിടെ 74 കുട്ടികളാണ് പരീക്ഷയ്ക്കിരുന്നത്. 73 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 98.64 അവിടെ വിജയ ശതമാനം. പരീക്ഷയ്ക്കിരുന്ന എല്ലാ വിദ്യാർത്ഥിനികളും പരീക്ഷ പാസ്സായി 100% 100 മേനി വിജയം കിട്ടിയിട്ടുള്ള സ്കൂളുകളുടെ കണക്ക് നോക്കുമ്പോൾ സർക്കാർ സ്കൂളുകൾ 767 സർക്കാർ സ്കൂളുകൾക്ക് 100 മേനി വിജയം ലഭിച്ചു. എയ്ഡഡ് സ്കൂൾ മേഖലയിൽ 930 എയ്ഡഡ് സ്കൂൾസിന് 100 മേനി വിജയം ലഭിച്ചു. അൺഎയ്ഡഡ് സ്കൂളുകൾ 408 അൺഎയ്ഡഡ് സ്കൂൾസിന് 100 മേനി വിജയം ലഭിച്ചു. അങ്ങനെ ടോട്ടൽ നോക്കുമ്പം 2105 സ്കൂളുകൾക്കാണ് 100 മേനി വിജയം ഈ വർഷം ലഭിച്ചത്. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ സ്കൂളുകൾ പരിശോധിക്കുമ്പോൾ സർക്കാർ സ്കൂൾ ഗണത്തിൽ നടുവന്നൂർ ഗവൺമെന്റ് HSSല് 600 കുട്ടികൾ 100% നേടി. ഏറ്റവും 600 കുട്ടികളും പരീക്ഷയ്ക്കിരുന്നു, 600 കുട്ടികളും വിജയിച്ചു. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ സർക്കാർ സ്കൂളിൽ മുന്നിൽ നിൽക്കുന്നത് നടുവന്നൂർ സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ മേഖലയിൽ അത് AKN HSS കോട്ടൂർ 1356 കുട്ടികളാണ് അവിടുന്ന് പരീക്ഷ എഴുതിയത്. അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിൽ BYK റെസിഡൻഷ്യൽ സ്കൂൾ കടുങ്ങത്തുംകുണ്ട് അവിടുന്ന് 281 കുട്ടികളാണ് പരീക്ഷയ്ക്ക് ഇരുന്നത്. ഇവിടെ എല്ലാ കുട്ടികളും പരീക്ഷ വിജയിച്ചു. BYK റെസിഡൻഷ്യൽ HS കടുങ്ങത്തുംകുണ്ട് നമ്മൾ സ്ലൈഡിലും കാണിച്ചിരിക്കുന്നത് തെറ്റ് വരാതിരിക്കാനാണ്. ശരി. SC ST കുട്ടികളുടെ പരീക്ഷാ ഫലം പരിശോധിക്കുമ്പോൾ SC മേഖലയിൽ 39,391 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. അവരിൽ 38,535 കുട്ടികൾ പരീക്ഷ പാസ്സായി. വിജയ ശതമാനം 97.82. ഈ SC മേഖലയിൽ 871 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭ്യമായിട്ടുണ്ട്. ST കുട്ടികളുടെ ഫലം പ്രത്യേകമായിട്ട് നോക്കുമ്പോൾ 7,172 കുട്ടികളാണ് ST കുട്ടികളാണ് SSLC പരീക്ഷ ഈ വർഷം എഴുതിയത്. അവരിൽ 7,022 കുട്ടികൾ വിജയിച്ചു. വിജയ ശതമാനം 97.91. 56 കുട്ടികൾക്ക് ST കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിന് അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ നൽകേണ്ടവർക്ക് ഈ മാസം 16 മുതൽ മെയ് 16 മുതൽ 21 വരെ അതിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ പരീക്ഷാ കമ്മീഷണറേറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ സേവ് ഇയർ പരീക്ഷ, സേവ് പരീക്ഷ ഈ വർഷം ജൂൺ മാസം ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കുന്നതിനുള്ള ഏർപ്പാടുകളും പരീക്ഷാ കമ്മീഷണറേറ്റിൽ ചെയ്തിട്ടുണ്ട്. ഉപരിപഠനത്തിന് യോഗ്യത ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേവ് പരീക്ഷ എഴുതുവാനുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്. പരീക്ഷ പാസ്സായ എല്ലാ കുട്ടികളുടെയും സർട്ടിഫിക്കറ്റ്സ് ഡിജി ലോക്കറിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും പരീക്ഷാ കമ്മീഷണറേറ്റും DGEയുടെ ഓഫീസും ചെയ്തിട്ടുണ്ട്.